മാങ്ങാട്ടിടം കോയിലാട് താൻ നിർമ്മിച്ചത് ആഡംബര വീടല്ലെന്നും വായ്പ വാങ്ങിയും ഗൾഫിൽ ജോലി ചെയ്തുണ്ടാക്കിയ കാശുകൊണ്ടുമാണ് താൻ വീടുണ്ടാക്കിയതെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിന്റെ കുറിക്കുകൊള്ളുന്ന മറുപടി. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ജയിൽ മറുപടി നൽകിയത്. രാഹുലിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ലെന്നും തെറ്റിദ്ധാരണ പരത്തുന്നത് കൊണ്ടാണ് മറുപടി നൽകുന്നതെന്നും ജെയിൻ പറയുന്നു. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കാഞ്ഞങ്ങാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഞാനൊരു കൊട്ടാര സദൃശ്യമായ രമ്യഹർമ്മ നിർമ്മിച്ചതായി പറയുന്നതായി വാർത്താ ചാനലുകളിൽ പറയുന്ന വീഡിയോ ഒരു സുഹൃത്ത് അയച്ചു തരികയുണ്ടായി. രാഹുലിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. പക്ഷേ ഇത്തരം കുബുദ്ധികൾക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാകും എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിശദീകരണം നൽകുന്നത്. ഇങ്ങനെയായിരുന്നു പോസ്റ്റിന്റെ തുടക്കം. ബാക്കി വിശദീകരിച്ച് തന്നെ ജെയിൻ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി നോക്കാം. ഒരു CPM നേതാവിന്റെ മകനായ എനിക്കെതിരെ എന്തെല്ലാം നുണകളാണ് ചിലർ പടച്ചുവിടുന്നത്. ഒരു CPM നേതാവിന്റെ മകനായ എനിക്കെതിരെ എന്തെല്ലാം നുണകളാണ് ചിലർ പടച്ചുവിടുന്നത്. ഇവിടെ പരാമർശിച്ച എൻ്റെ വീടിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിപ്പോൾ 39 വയസ്സായി. ഗൾഫിൽ പോകുന്നതിന് മുൻപ് 4 വർഷം വിവാ കേരള എന്ന ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്നു. അന്ന് മാസപ്രതിഫലം എല്ലാ ചെലവും കഴിഞ്ഞ് 17,000 രൂപയായിരുന്നു. അതിനുശേഷം വിവാ കേരള വിട്ടതിനു ശേഷം നാട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം കൂലിപ്പണി ഉൾപ്പെടെ ചെയ്തും വൈറ്റ് വാഷ് ജോലിയും ഡ്രൈവർ ജോലിയും ചെയ്താണ് ജീവിച്ചത്. പിന്നീടാണ് ഗൾഫിലേക്ക് പോയത്. അഡ്വർടൈസ്മെന്റ് കമ്പനിയിലെ 2 വർഷക്കാല ജോലിക്ക് ശേഷം നീണ്ട 10 വർഷക്കാലം ഹെയർ ഷോപ്പിലായിരുന്നു ജോലി. കഴിഞ്ഞ വർഷം മെയ് മുതൽ ടൈപ്പിംഗ് സെന്ററിലാണ് ജോലി ചെയ്തു വരുന്നത്. 13.5 വർഷക്കാലം ദുബായിൽ ജോലി ചെയ്തു വരുന്നു. 2014 ഒക്ടോബറിലായിരുന്നു എൻ്റെ വിവാഹം. ഭാര്യ കണ്ണൂർ AKG സഹകരണ ആശുപത്രിയിലും ചിറ്റാരിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും നഴ്സായി ജോലി ചെയ്തു. ഇപ്പോൾ 2 വർഷമായി ദുബായിലെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയിലെ നഴ്സായി ജോലി ചെയ്തു വരുന്നു. ആർക്കും സ്വന്തമായി വീടെന്ന സ്വപ്നം ഉണ്ടാകും. പാട്യത്ത് ഒരു സ്ഥലമെടുത്ത് വീടെടുക്കാനാണ് ആദ്യമായി ആലോചിച്ചത്. യശശരീരനായ പാട്യം ഗോപാലന്റെ നാടാണ് പാട്യം. ഫാസിസ്റ്റുകൾക്കെതിരായ ചെറുത്തുനിൽപ്പിന്റെ ഇതിഹാസം രചിച്ച നാടുകൂടിയാണ് പാട്യം. RSSകാർ കൊലപ്പെടുത്തിയ 4 രക്തസാക്ഷികളുടെ നാട്. 5 വർഷം ഞാൻ പാർട്ടി മെമ്പർ ആയിരുന്നു. സ്ഥലത്തിന്റെ വിലയും വീട് നിർമ്മാണ ചിലവുമെല്ലാം ഏകദേശം കണക്ക് കൂട്ടിയാൽ ഞാൻ സ്വരുക്കൂട്ടി വെച്ച പണം പാട്യത്ത് വീടെടുക്കാൻ തികയാതെ വരും. അങ്ങനെ അമ്മയാണ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അമ്മയുടെ തറവാട് ഭാഗം വെച്ച് കിട്ടിയ സ്ഥലത്ത് മൊത്തം 28 സെന്റിൽ 18 സെന്റ് എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് അമ്മ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാങ്ങാട്ടിടം പഞ്ചായത്തിലെ കോയിലോടിയിൽ വീട് നിർമ്മാണം തുടങ്ങിയത്. അത് കൊട്ടാര സദൃശ്യമായ വീടല്ല. താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമുമുള്ള വീടാണ് ഞാൻ എടുത്തത്. 13.5 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ നിന്നും മിച്ചം വെച്ച തുകയാണ് നിർമ്മാണത്തിന് ചെലവഴിച്ചത്. നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരു തരത്തിലും മുന്നോട്ടു പോകാൻ കഴിയാതെ വന്നപ്പോൾ കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വിരമിക്കുന്ന അവസരത്തിൽ ലഭിച്ച തുകയിൽ നിന്ന് 10 ലക്ഷം രൂപ എനിക്ക് അമ്മ തരികയുണ്ടായി. എൻ്റെ ഭാര്യയും അവരുടെ വീട്ടുകാരും സഹായിച്ചു. ഇതുകൊണ്ടും വീട് പൂർത്തീകരിക്കാനാവാതെ വന്നപ്പോൾ കൂത്തുപറമ്പ് ബാങ്കിലെ അമ്മയുടെ സ്ഥിര നിക്ഷേപത്തിൽ നിന്നും 17.5 ലക്ഷം രൂപ ലോണായി എനിക്ക് തന്നു. കൂടാതെ MLA പെൻഷനിൽ നിന്ന് അച്ഛൻ 4 ലക്ഷം രൂപയും തന്നു. ഗൃഹപ്രവേശ അവസരത്തിൽ അടുത്ത കുടുംബക്കാരിൽ നിന്ന് മാത്രം സഹായം സ്വീകരിച്ചിരുന്നു. ഇങ്ങനെയാണ് എൻ്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. കൊടുത്തു തീർക്കേണ്ട കടത്തിൽ പ്രധാനം അമ്മയുടെ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് ലോൺ എടുത്ത 17.5 ലക്ഷം രൂപയാണ്. മറ്റൊരു ചെറിയ തുകയുടെ കടക്കാരൻ കൂടിയാണ് ഞാൻ. കോവിഡ് കാലത്ത് 3 മാസം ജോലിയില്ലാതെ കഴിയേണ്ടി വന്നപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹം അച്ഛനുമായി പങ്കുവച്ചപ്പോൾ സമാന സ്ഥിതിയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരും നിന്നെ പോലെയല്ലേ എന്നായിരുന്നു മറുപടി. ഒടുവിൽ എനിക്ക് പരിചയമുള്ള തിരുവനന്തപുരത്ത് താമസമാക്കിയ എൻ്റെ നാട്ടുകാരനായ ഒരാളോട് എൻ്റെ പരിഭവം പറയുകയും അദ്ദേഹം ഒരു ഫോൺ നമ്പർ എനിക്ക് തരുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റ് അദ്ദേഹം അയച്ചു തരികയായിരുന്നു. 740 ദിർഹം ആയിരുന്നു ടിക്കറ്റ് വില. ആ തുക തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഇതുവരെ നേരിൽ കാണാത്ത അദ്ദേഹം ആ തുക തിരിച്ചു വാങ്ങാൻ തയ്യാറായില്ല.
ആ മഹാമനസ്കന് നൽകേണ്ട തുകയിലല്ലാതെ മറ്റാരിൽ നിന്നും യാതൊരു സാമ്പത്തിക സഹായവും ഞാൻ സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹത്തോടുള്ള എന്റെ കടപ്പാട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സ്വദേശത്തും വിദേശത്തും എനിക്ക് അച്ഛന്റെയോ മറ്റാരുടെയെങ്കിലും സഹായത്തോടെയോ പങ്കാളിത്തത്തോടെയോ യാതൊരു ബിസിനസ്സുമില്ല. അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ അത് ആരോപണം ഉന്നയിക്കുന്നവർക്ക് എഴുതിത്തരാം. എന്റെ വീടിന്റെ കഥയാണ് മേൽ വിവരിച്ചത്. ഇതിന് കൊട്ടേഷൻ സംഘങ്ങളിൽപ്പെട്ട ആരുടെയും പിന്തുണ ആവശ്യമില്ലെന്നും ജെയിൻ രാജ് പോസ്റ്റിൽ പറയുന്നു. പി ജയരാജൻ ആരെന്ന് കണ്ണൂരുകാർക്ക് മാത്രമല്ല കേരളത്തിൽ ഉള്ളവർക്കെല്ലാം അറിയാം. 4 ബെഡ്റൂമുള്ള ഒരു വീട് കൊട്ടാരമാണെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ വീടുകളെല്ലാം കൊട്ടാരം തന്നെയായിരിക്കും. മണലാര്യത്തിൽ പണിത് കിട്ടിയ പണം കൊണ്ടുണ്ടാക്കിയ വീട് കണ്ട് കണ്ണു കഴിക്കുന്നവർക്ക് ശരിക്കും നല്ല ചൊറിച്ചിൽ തന്നെയാ. രാഹുൽ മാങ്കൂട്ടത്തിൽ അതൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ മനസ്സിലാവും. പി ജയരാജനെ എങ്ങനെ സമൂഹത്തിനു മുൻപിൽ തേജോവധം ചെയ്യാം എന്നത് മാത്രമാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലക്ഷ്യം. കാരണം ജയരാജൻ കണ്ണൂര് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്നാൽ കോൺഗ്രസുകാർക്ക് അത് ഇത്തിരി ക്ഷീണമാണ്. നന്നായി ഹോംവർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയും. വർഗീയ ശക്തികൾ വെട്ടിയരിഞ്ഞ മാംസം തുണ്ടമാക്കിയിട്ടും വീണ്ടും ഉജ്ജ്വല സ്വരതയോടെ പൊതുരംഗത്ത് നിൽക്കുന്നത് കാണുമ്പോൾ, അദ്ദേഹത്തിന്റെ കിട്ടുന്ന പരിഗണന കാണുമ്പോൾ ആർക്കും അത്ര സഹിക്കുന്നില്ല. ജെയിനെ അല്ല അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ജയരാജനെയാണ്. വെടക്കാക്കി തനിക്കാക്കുക എന്ന ലക്ഷ്യമുള്ള കുറച്ച് അത്താഴം മുടക്കികൾ ഇന്നും കണ്ണൂരിലും കേരളത്തിനകത്തും ഇഷ്ടം പോലെയുണ്ട്. മാങ്ങായുള്ള മാവിനെ ഏറ് കിട്ടുകയുള്ളൂ, അത്രയും മനസ്സിലാക്കിയാൽ മതി.